Hello dear students, welcome to 11th lecture of Financial Statement of Companies. In this lecture, we are going to discuss another pattern or problem relating with the financial statement of companies. Okay, let us discuss the problem. This is a problem. Following is a trade balance of C Company Limited on 31st March 2017. So these are the information. The stock on 1st April 75,000, purchases 2,45,000, wages 30,000, carriage 950, furniture 17,000, salaries 7,500, rent 4,000, trade expenses 16,950, debtors 27,500, plant and machinery 29,000, purchase returns 10,000, sales 3,40,000, discount received 3,000, surplus account 15,000, and share capital 1 lakh, creditors 17,500, general reserve 15,500, bills payable 7,000, cash at bank 45,300, patents 4,800, bills receivable 5,000. Okay, these are the trail balance informations. And load the adjustments. I'm just looking to the adjustment. The first adjustment, stock on 31st March 2017 was rupees 88,000. And another adjustment, provide income tax, that's a provision for income tax at 35%, and corporate dividend tax, company try to pay the dividend കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് dividend taxും വരുന്നുണ്ട്, corporate dividend tax at 17%. And depreciate plant and machinery, depreciation വരുന്നുണ്ട്, plant and machinery depreciation is a 15%, furniture 10%, and patent 5%. And outstandings in the rent 800 and salaries 900. And provide rupees 510 for provisions in the new provisions, the provision for doubtful debts വരുന്നുണ്ട്, provide 510 for the doubtful debts. And board recommend the payment of dividend കൊടുക്കേണ്ടത് 15% per annum. പേയ്മെന്റ് കൊടുക്കുന്നത് 15% പെർ ആനമാണ് ഡിവിഡൻഡ് കൊടുക്കുക. ഡിവിഡൻറ്റും ഉണ്ട്, ഡിവിഡൻഡ് ടാക്സ് ഉണ്ട്. ഓക്കെ, സോ ഇതെല്ലാം ഇവിടെ ട്രെയിൽ ബാലൻസ് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് ആണ്. സ്റ്റോക്ക്, പർച്ചേസസ്, വേജസ്, അങ്ങനെ എൻറ്റയർ ഇൻഫോർമേഷൻ നമുക്ക് തന്നിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, എത്രയാണ് ഇൻകം ടാക്സ്, 35% ആണ്. ഇവിടെ രണ്ട് ഇൻഫോർമേഷൻസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. ഒന്ന് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ വന്നിട്ടില്ല. ഇവിടെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പറയുന്നത്, അപ്പോൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് വരുന്നുണ്ട്, ദെൻ അലോങ് വിത്ത് ഡിവിഡൻഡ് വരുന്നത്. എത്രയാണ് ഡിവിഡൻഡ്? അപ്പോൾ ഒരു കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഡിവിഡൻഡിന്റെ ടാക്സ് പേ ചെയ്യാൻ അവരുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മീൻസ് അവരുടെ ഒബ്ലിഗേഷൻസ് ഉള്ളതാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഡിവിഡൻഡ് ടാക്സ് പേ ചെയ്യണമെന്ന് ആസ് പെർ കമ്പനീസ് ആക്ടിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഡിവിഡൻഡ് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഡിവിഡൻറ്റും ഡിവിഡൻഡ് ടാക്സിന്റെയും ആ ട്രീറ്റ്മെന്റ് എങ്ങനെ വരും എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവാണ്. പ്രോബ്ലത്തിൽ പോകുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഓരോ ഐറ്റംസ് എവിടെ വരും എന്ന ഐഡന്റിഫിക്കേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഈച്ച് ആൻഡ് എവറി ഐറ്റംസ് എവിടെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ദ ഫസ്റ്റ് ഐറ്റം സ്റ്റോക്ക്. നമുക്കറിയാം സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഐറ്റം ചേഞ്ചസിന്റെ ഭാഗമായി ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും വരുമ്പോൾ ആ ചേഞ്ചിന്റെ ഭാഗമായിട്ട് കാണിക്കുന്നത്. അപ്പൊ ചേഞ്ച് ഇൻ ഇൻവെന്ററിയിലാണ് നമ്മൾ എപ്പോഴും എന്ത് കാണിക്കാം, സ്റ്റോക്ക് കാണിക്കും. 75,000 ചേഞ്ച് ഇൻ ഇൻവെന്ററി. പർച്ചേസ് നമുക്ക് എപ്പോഴും പറയുന്നത് സെപ്പറേറ്റ് എക്സ്പെൻസ് ആണ്. പർച്ചേസ് ആസ് പാർട്ട് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ടായിരിക്കും, അവിടെയാണ് പർച്ചേസ് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വേജ് നമുക്കറിയാം എംപ്ലോയ് ബെനിഫിറ്റിന്റെ ഭാഗമാണ്, എംപ്ലോയിയുടെ ബെനിഫിറ്റിന്റെ ഭാഗമാണ് വേജ് നമ്മൾ ട്രീറ്റ്. ഇതൊക്കെ നമ്മൾ ഓരോ ഐറ്റംസ് നമ്മൾ ചെയ്ത ഐറ്റംസ് തന്നെയാണ്. ദെൻ ക്യാരേജ് നമ്മൾ എപ്പോഴും ട്രീറ്റ് ചെയ്യുക അതർ എക്സ്പെൻസിലാണ്. ക്യാരേജ് നമ്മൾ ഇൻ പാർട്ട് ഓഫ് എന്തെങ്കിലും ഫിക്സഡ് അസറ്റിന്റെ ഭാഗമായിട്ട് പിന്നെ അതിന്റെ കൂടെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നോർമലി ട്രീറ്റ് ചെയ്യും. അപ്പോൾ ക്യാരേജ് ഓൺ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് സാധാരണ അതർ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ ഫർണിച്ചർ 17,000. നമുക്കറിയാം ഫർണിച്ചർ എന്നൊരു ടാഞ്ചിബിൾ അസറ്റ് ആണ്, ഫിക്സഡ് അസറ്റ് ആണ്, ടാഞ്ചിബിൾ അസറ്റ് ആണ്. സാലറീസ് നമുക്കറിയാം ഇസ് എ പാർട്ട് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ് ആണ്. അപ്പോൾ എംപ്ലോയിയുടെ ബെനിഫിറ്റിന്റെ ഭാഗമായിട്ട് സാലറി വരും. റെന്റ് നമുക്കറിയാം അതർ എക്സ്പെൻസ് ആണ്. ട്രേഡ് എക്സ്പെൻസ് ഇസ് പാർട്ട് ഓഫ് അതർ എക്സ്പെൻസ്. ഡെപ്റ്റേഴ്സ് നമ്മളെപ്പോഴും ട്രേഡ് റിസീവബിൾസിലാണ്. ഡെപ്റ്റേഴ്സ് പ്ലസ്
ബിൽസ് റിസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് റിസീവിന്റെ ഭാഗമായിട്ട് കാണിക്കുക. അപ്പോൾ ട്രേഡ് റിസീബിൾ ആണ് വരാം. പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ ടാൻജിബിൾ അസറ്റ് ആണ്. പെർച്ചേസ് റിട്ടേൺസ് ഉണ്ട്. അപ്പോൾ പെർച്ചേസിന് കുറയ്ക്കേണ്ടതാണ്. റിട്ടേൺ നമുക്ക് പറയാം. ഇപ്പോൾ സെയിൽസ് റിട്ടേണും പർച്ചേസ് റിട്ടേൺ ഒക്കെ വരുമ്പോൾ അതായത് അതിന്റെ ഐറ്റത്തിന് കൂടെ കുറയ്ക്കുകയാണ് ചെയ്യുക. ഇവിടെ പെർച്ചേസിന് കുറയ്ക്കേണ്ട ഐറ്റമാണ് പെർച്ചേസ് റിട്ടേൺസ്. 10,000 പെർച്ചേസ് റിട്ടേൺസ് ഉണ്ട്. ദെൻ സെയിൽസ് ഉണ്ട്, നമുക്ക് ഇൻകം ആണ്, അല്ല റവന്യൂ ഫ്രോം ഓപ്പറേഷൻ ആണ്. സെയിൽസ് എപ്പോഴും നമ്മൾ ട്രീറ്റ് ചെയ്യുക റവന്യൂ ഫ്രോം ഓപ്പറേഷൻ. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലം ചെയ്ത ഐറ്റംസ് തന്നെയാണ്. അത് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരാണ്. അപ്പോൾ സെയിൽസ് 3,40,000 വരുന്നത്. അപ്പോൾ റവന്യൂ ഫ്രം ദ ഓപ്പറേഷൻ കിട്ടുന്നതാണ്. ഇനി ഡിസ്കൗണ്ട് റിസീവ്ഡ് നമുക്കറിയാം, റിസീവ്ഡ് ഇൻകം ആണ്. അപ്പോൾ അതർ ഇൻകംസ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മുടെ അതർ ഇൻകം ആണ്. സർപ്ലസ് അക്കൗണ്ട് നമുക്കറിയാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് റിസർവ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മൾ റിസർവ് സർപ്ലസിലേക്കാണ് കാണിക്കുക. ഷെയർ ക്യാപിറ്റൽ നമുക്ക് ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് കാണിക്കാം. ഷെയർ ക്യാപിറ്റൽ ഡയറക്റ്റ് തന്നേക്കാണ്. അത് ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണിക്കേണ്ടി വരും. ക്രെഡിറ്റേഴ്സ് നമുക്ക് ട്രേഡ് പേബിൾ ആണ് കാണിക്കുക. അവിടെ എന്താണ് കാണിക്കുക, സൺട്രി ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിൾ ആണ് കാണിക്കുക. ട്രേഡ് പേബിൾ ആണ്. ജനറൽ റിസർവ്സ് നമുക്കറിയാം റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. റിസർവ്സിന്റെ ഭാഗമാണ് അല്ലെ, റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ ഭാഗമാണ് ജനറൽ റിസർവ്. ബിൽസ് പേബിൾ നമ്മൾ പറഞ്ഞു ട്രേഡ് പേബിൾ ആണ്. കാരണം സൺട്രി ക്രെഡിറ്റേഴ്സിന്റെ കൂടെ തന്നെയാണ് ബിൽസ് പേബിളും കാണിക്കുന്നത്. ട്രേഡ് പേബിളിൽ കാണിക്കേണ്ടതാണ്. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ്. പേറ്റന്റ് നമ്മുടെ ടാൻജിബിൾ ഇൻടാൻജിബിൾ അസറ്റ് ആണ്. അതൊരു ഇൻടാൻജിബിൾ അസറ്റ് ആണ്. മറ്റെല്ലാം ടാൻജിബിളും പേറ്റൻസ് പറഞ്ഞ ഇൻടാൻജിബിൾ അസറ്റ്സ് ആണ്. ദെൻ ബിൽസ് റിസീബിൾ നമുക്കറിയാം ട്രേഡ് റിസീബിൾസ് ആണ്. ട്രേഡ് റിസീബിൾസിന്റെ ഭാഗമായിട്ടാണ് ബിൽസ് റിസീബിൾസ് നമുക്ക് കാണിക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ ഈ ഓരോ തന്നിരിക്കുന്ന ഐറ്റംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എവിടേക്ക് വരും നമ്മൾ നോക്കി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് അതിന്റെ ഷെഡ്യൂൾസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന്റെ ഭാഗം നമ്മൾ ഓരോ മീൻസ് ഓരോ ഐറ്റംസും നമ്മൾ ഐഡന്റിഫൈ ചെയ്യലാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ്. അല്ലെ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് വരുന്നത് സ്റ്റോക്ക് ഓൺ 31st March 2017 ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ നമുക്കറിയാം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെന്ററിയുടെ ഭാഗമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയിരുന്നാൽ മൈനസ് ബാലൻസ് വരും. അപ്പോൾ അത് ചേഞ്ച് ഇൻ ഇൻവെന്ററിയുടെ ഭാഗമായിട്ട് കാണിക്കും. മാത്രമല്ല അത് എവിടെ കാണിക്കണം, കറണ്ട് അസറ്റ്സ് ആയിട്ട് കാണിക്കുകയും ചെയ്യണം. ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യും, നമ്മൾ കറണ്ട് അസറ്റ്സിന്റെ ഭാഗമായിട്ട് കാണിക്കുകയും ചെയ്യും. ദെൻ പ്രൊവൈഡ് ഇൻകം ടാക്സ് 35%. പ്രൊവൈഡ് പ്രൊവിഷൻ ആണ്. പ്രൊവൈഡ് ഇൻകം ടാക്സ് പറഞ്ഞാൽ ലൈക്ക് എ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ആണ്. അത് ഓർമ്മയിൽ വെക്കുക. പ്രൊവൈഡ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ആണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ദാറ്റ് ഈസ് എ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്ത ടാക്സ് അതായത് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ പ്രോഫിറ്റ് നമ്മൾ ഇത് ആദ്യം ഐഡന്റിഫൈ ചെയ്ത് കുറയ്ക്കണം. ഷോസ് എസ് പാർട്ട് ഓഫ് ടാക്സ് എക്സ്പെൻസസ് ആൻഡ് ഡിഡക്ട് ഇൻ ദ പ്രോഫിറ്റ് ലോസ് ഒക്കെ നമുക്കറിയാം. പ്രോഫിറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടായിരിക്കും. ആ പ്രോഫിറ്റ് ഈ ടാക്സിന്റെ പെർസെന്റേജ് നമ്മൾ കുറയ്ക്കണം. ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എവിടേക്ക് ഫോർവേഡ് ചെയ്യുക, ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് നിന്ന് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തത് കുറയ്ക്കണം. ദെൻ ഇത് ലൈക്ക് പ്രൊവൈഡ് എന്ന് പറയാം പ്രൊവിഷനാണ്. അപ്പോൾ നമുക്ക് എവിടെയും കാണിക്കുക ഷോർട്ട് ടൈം പ്രൊവിഷനാണ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഷോർട്ട് ടൈം പ്രൊവിഷൻ ആയിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് നമ്മൾ സാധാരണഗതിയിൽ ടാക്സ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സിൽ പ്രോഫിറ്റ് ലോസ് കൊണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ. ആ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ ടാക്സിന്റെ പെർസെൻറ്റേജ് കുറയ്ക്കണം. ഓക്കെ, ദെൻ ബാക്കിയുള്ള എമൗണ്ട് ബാലൻസ് ഷീറ്റ് നമ്മൾ ഫോർവേഡ് ചെയ്യണം. ബാലൻസ് ഷീറ്റിലേക്ക് ആ ടാക്സ് കുറച്ചുള്ള എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ ഫോർവേഡ് ചെയ്ത് റിസർവ് സർപ്ലസിലേക്ക് വരുന്നു. നമുക്കറിയാം, ഓൾറെഡി അറിയാവുന്ന ഐറ്റം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ആ പ്രൊവിഷൻ എന്ന എലമെന്റ്, ഇത് പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷനാണ്. ഇത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആണ്. അപ്പോൾ അത് ഷോർട്ട് ടൈം പ്രൊവിഷൻ ആയിട്ട് ഇവിടെ കാണിക്കുന്നത്, ബാലൻസ് ഷീറ്റിൽ കാണിക്കാനായിട്ട് മറക്കരുത്. എന്തുകൊണ്ടാണ് പ്രൊവൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് എ പ്രൊവിഷൻ ആണ്. അതിന്റെ അർത്ഥം പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആണ്. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും കാണിക്കണം, ദെൻ അത് എവിടെ ഷോർട്ട് ടൈം പ്രൊവിഷൻ ആയിട്ട് കാണിക്കണം. അതാണ് ഓർമ്മയിൽ വയ്ക്കേണ്ട ഒരു കാര്യം. ഇനി കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഉണ്ട്. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിലാണ് ഡിവിഡൻഡ് ടാക്സ് വരാം. ഇവിടെ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്ന ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്, ബോർഡ് റിക്കമെൻഡ് ഡിവിഡൻഡ് 15% പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുക്കണം. ഡിവിഡൻഡ് ടാക്സ് കൊടുക്കേണ്ടത് എങ്ങനെ കൊടുക്കുക, എത്രയാണ് ഡിവിഡൻഡ്, ആ ഡിവിഡൻഡിനെയാണ് നമ്മൾ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഡിവിഡൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ആ ഡിവിഡൻഡ് ടാക്സ് നിങ്ങൾ ആദ്യം കാണിക്കേണ്ടത് ഡിഡക്ഷൻ ബാലൻസ്. നമുക്കറിയാം റിസർവ്സ് ആൻഡ് സർപ്ലസിലാണ് ഈ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കാണിക്കുന്നത്. നോട്ട്സിൽ പറയുന്നുണ്ട് ഈ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് നമ്മൾ ആദ്യം അഡ്ജസ്റ്റ് റിസർവ്സ് ആൻഡ് സർപ്ലസിലാണ്. അപ്പോൾ നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഡിഡക്ഷൻ മീൻസ് ദാറ്റ് ഇസ് എ ഡിഡക്റ്റ്. നമുക്ക് പ്രോഫിറ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ, നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരിക്കും. പ്രോഫിറ്റ് ടാക്സ് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് എവിടേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പ്രോഫിറ്റ് ആ ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്നാണ് നമ്മൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കുറയ്ക്കേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് റിസർവ്സ് ആൻഡ് സർപ്ലസിലാണ് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് വന്നിട്ടുള്ള ബാലൻസ് ഫോർവേഡ് ടു ദ ബാലൻസ് ഷീറ്റ് എന്നൊരു ഐറ്റം ഓൾറെഡി ഉണ്ടായിരിക്കും. കാരണം നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത ടാക്സ് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്.
ആ ഫോർവേഡ് ചെയ്ത എമൗണ്ട് അവിടെ എടുക്കുന്നുണ്ടായിരിക്കും, എവിടെ റിസർവ് സർപ്ലസിൽ എടുക്കുന്നുണ്ടായിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം റിസർവ് സർപ്ലസിൽ അത് ട്രീറ്റ് ചെയ്യണം. അലോങ് വിത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഷോർട്ട് ടേം പ്രൊവിഷൻ. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഷോർട്ട് ടേം പ്രൊവിഷൻ ആണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഷോർട്ട് ടേം പ്രൊവിഷനായിട്ട് കാണിക്കും, ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയും വേണം. അതാണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ആദ്യം റിസർവ്സിൽ കുറയ്ക്കണം, പിന്നെ അതേ എമൗണ്ട് അവിടെ കാണിക്കണം, ഷോർട്ട് ടേം പ്രൊവിഷനായിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കാം. ഓക്കെ. ദെൻ ഡിപ്രീസിയേഷൻ നമുക്കറിയാം. ഡിപ്രീസിയേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി അണ്ടർ ദ ഹെഡ് ഓഫ് ഡിപ്രീസിയേഷൻ കാണിക്കും. ദെൻ അതാത് അസെറ്റ് എന്നത് കുറച്ച് കാണിക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ബാലൻസ് ഷീറ്റിലും കാണിക്കണം. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഡിപ്രീസിയേഷൻ ആയിട്ടും അത് ഡിപ്രീസിയേഷൻ കാണിക്കും. ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ നമ്മൾ അതാത് അസെറ്റ് എന്ന ബാലൻസ് ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ച് കിട്ടണം. ഓക്കെ. ദെൻ ഔട്ട്സ്റ്റാൻഡിങ്സ് നമുക്കറിയാം, ആഡ് വിത്ത് കറസ്പോണ്ടിങ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്സ് ഉണ്ട്. ദെൻ കറന്റ് ലയബിലിറ്റി ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഇതുപോലെ തന്നെ അതാത് എക്സ്പെൻസിന്റെ കൂടെ ആഡ് ചെയ്ത് ദെൻ കറന്റ് ലയബിലിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാണ് ചെയ്യുക. ഔട്ട്സ്റ്റാൻഡിങ്സ് ഒക്കെ നമ്മുടെ കറന്റ് ലയബിലിറ്റീസ് ആണ്, അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ദെൻ പ്രൊവൈഡ് 510 rupees ഔട്ട്. അപ്പോൾ പ്രൊവിഷനാണ്. പ്രൊവിഷൻസ് നമുക്കറിയാം, ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ബാഡ് ഡെപ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അതർ എക്സ്പെൻസിൽ കാണിക്കുക. ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ബാഡ് ഡെപ്റ്റിന്റെ കൂടെയാണ് നമ്മൾ പ്രൊവിഷൻസ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ആഡ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് അതർ എക്സ്പെൻസിൽ കാണിക്കണം. ദെൻ ഈ പ്രൊവിഷൻ എന്ത് ചെയ്യണം, സൺട്രി ഡെപ്റ്റേഴ്സിന് കുറച്ച് എഴുതും വേണം. ദാറ്റ്സ് പ്രൊവൈഡ് ഫോർ, അത് നമുക്ക് സാധാരണ അറിയാവുന്ന റൂൾസ് തന്നെ, പ്രൊവിഷൻ ചെയ്യുമ്പോൾ അറിയാവുന്ന റൂൾസ് ആണ്. ദെൻ അടുത്ത് ദ ബോർഡ് റെക്കമെൻഡ് ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ബോർഡ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് 15%. അപ്പോൾ ഡിവിഡൻഡ് കാൽക്കുലേറ്റ് നമ്മുടെ ഷെയർ ക്യാപിറ്റലുമാണ് കാൽക്കുലേറ്റ് ചെയ്യുക. പെയ്ഡ് ക്യാപിറ്റൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ പെയ്ഡ് ക്യാപിറ്റൽ ആയിരിക്കാം. ആ പെയ്ഡ് ക്യാപിറ്റലുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിവിഡൻഡ് നിങ്ങൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ പെയ്ഡ് ക്യാപിറ്റൽ? ഇവിടെ നമുക്ക് സാധാരണഗതിയിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഐറ്റം വന്നിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ നമുക്ക് പറയുന്നുണ്ട് 1 lakh ആണ്. ഈ 1 lakh ഈ ഷെയർ ക്യാപിറ്റൽ എത്രയാണ് പെയ്ഡ് ക്യാപ്, അതുപോലെയാണ് ഡിവിഡൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആ എമൗണ്ട് ആ ടോട്ടൽ എമൗണ്ടുമാണ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതെന്ത് ചെയ്യേണ്ട കാര്യം, ഈ ഡിവിഡൻഡ് എവിടെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഈ ഡിവിഡൻഡ് ചെയ്യണം അതേ നമ്മുടെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ചെയ്ത് അതേ രീതി തന്നെയാണ്. ഇറ്റ് ഷുഡ് ബി ഷോൺ ആസ് എ ഡിഡക്ഷൻ ബാലൻസ് ഇൻ ദ റിസർവ്സ് ആൻഡ് സർപ്ലസ്. നമ്മൾ എന്ത് ചെയ്യും, ഇത് കുറയ്ക്കും. ആ പ്രോഫിറ്റ് ദാറ്റ് ഈസ് എവിടെ നിന്നാണ് കുറയ്ക്കുക, പ്രോഫിറ്റ് ഫോർവേഡ് ദ ബാലൻസ് ഷീറ്റ് നമുക്ക് വന്നിട്ടായിരിക്കും, അതിൽ നമ്മൾ കുറയ്ക്കും. ദെൻ ഇതേ ഐറ്റം നമ്മൾ എവിടെയായിട്ട് കാണിക്കുകയും ചെയ്യും, പ്രൊവിഷനായിട്ട് ബാലൻസ് ഷീറ്റ് കാണിക്കുകയും ചെയ്യും. അതായത് നമ്മൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ചെയ്ത അതേ റൂൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിവിഡൻഡിനും യൂസ് ചെയ്യേണ്ടത്. ഡിവിഡൻഡ് നമ്മൾ റിസർവ്സ് സർപ്ലസിൽ കുറച്ച് കാണിക്കണം. ദെൻ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാരെ ബാലൻസ് ഫോർവേഡ് ദ ബാലൻസ് ഷീറ്റ് വന്നിട്ടുണ്ടായിരിക്കും. അതായത് നമുക്കറിയാം കുറച്ച് എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ലോസ് ഒക്കെ ടാക്സ് കുറച്ചിട്ടുള്ള എമൗണ്ട് ബാക്കി ബാലൻസ് ഷീറ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഫോർവേഡ് ചെയ്ത എമൗണ്ടിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഡിവിഡൻഡ് കുറയ്ക്കേണ്ടത്. അതാണ് ഓർമ്മയിൽ വെക്കേണ്ടത്. ആ കുറച്ച് എമൗണ്ട് തന്നെ എന്തായിട്ട് കാണിക്കുകയും വേണം, ഷോർട്ട് ടൈം പ്രൊവിഷനായിട്ട് കാണിക്കുകയും വേണം. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സുകൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് പ്രൊവിഷൻ ആണ്, പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ആണ്. പ്രൊവിഷൻ അതിന്റെ അർത്ഥം പ്രൊവൈഡ് എന്ന് പറഞ്ഞ പ്രൊവിഷൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോഫിറ്റ് ലോസുകൾ കുറയ്ക്കും തന്നെ എവിടെ കാണിക്കുകയും ചെയ്യും, ഷോർട്ട് ടൈം പ്രൊവിഷനായിട്ട് കാണിക്കുകയും ചെയ്യും. ദെൻ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം റിസർവ് സർപ്ലസ് കാണിക്കുന്നു, കുറച്ച് കാണിക്കുന്നു, പിന്നെ ഷോർട്ട് ടൈം പ്രൊവിഷനായിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ പേയ്മെന്റ് ഓഫ് ഡിവിഡൻറ്റും സെയിം റിസർവ് സർപ്ലസ് കുറയ്ക്കുന്നു, ദെൻ അവിടെ നമ്മൾ ആ പ്രോഫിറ്റ് നിന്ന് കുറച്ച് ദെൻ അത് ഷോർട്ട് ടൈം പ്രൊവിഷനായിട്ട് കാണിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ഓരോ ഐറ്റംസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇനിയാണ് നമ്മൾ അതിൻ്റെ ഷെഡ്യൂൾസ് നോട്ട്സുകൾ മേക്ക് ചെയ്യുക. കാരണം ഓരോ നോട്ട്സ് മേക്ക് ചെയ്യുക, നമുക്ക് ഓരോ ഐറ്റത്തിന് നോട്ട്സ് മേക്ക് ചെയ്യേണ്ടി വരും. കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഐറ്റംസിനൊക്കെ നോട്ട് മേക്ക് ചെയ്യാറുണ്ട്. ആ നോട്ട് മേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നോട്ട് പ്രിപ്പറേഷൻ പറഞ്ഞത് ഇറ്റ്സ് ലൈക്ക് എ പർച്ചേസ് നമുക്കറിയാം 2,45,000 ആണ് പർച്ചേസ്. പക്ഷേ പർച്ചേസ് റിട്ടേൺസ് ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പർച്ചേസിന്റെ കൂടെ പർച്ചേസ് റിട്ടേൺസ് വന്നിട്ടുണ്ടായിരുന്നു. പർച്ചേസ് റിട്ടേൺസ് പറയുമ്പോൾ നമ്മളത് കുറയ്ക്കണം. പർച്ചേസ് റിട്ടേൺസ് കുറച്ചിട്ടുള്ള എമൗണ്ട് ദാറ്റ് ഈസ് 2,35,000 അതാണ് പർച്ചേസ് വരാം. സെക്കൻഡ് നോട്ട്സ് നമ്മൾ ഇൻവെന്ററിയുടെ ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ആയിരിക്കും ഇൻവെന്ററി വരും. ഓപ്പണിംഗ് സ്റ്റോക്ക് 75,000 ക്ലോസിംഗ് സ്റ്റോക്ക് 88,000 ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ബാലൻസ് ചേഞ്ച് വരുന്നത് മൈനസ് ആയിരിക്കും, -13,000 ആയിരിക്കും നമുക്ക് ഇൻവെന്ററിയുടെ ചേഞ്ച് വരും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ. പിന്നെ എംപ്ലോയി ബെനിഫിറ്റ് നമുക്ക് വേജ് ഉണ്ട് 30,000, സാലറി ഉണ്ട്, പക്ഷേ സാലറിയുടെ ഔട്ട്സ്റ്റാൻഡിങ്സ് ഉണ്ട്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ്സ് ആഡ് ചെയ്യണം. അപ്പോൾ 8,400 ആണ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ്സ് ആഡ് ചെയ്ത് വരാം. അപ്പോൾ ടോട്ടൽ 38,400 ആണ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് നോട്ട് പർച്ചേസുമായി റിലേറ്റ് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്തു. ദെൻ ചേഞ്ച് ഇൻ ഇൻവെന്ററിയുടെ ഭാഗമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. എംപ്ലോയ് ബെനിഫിറ്റ്സ്, അപ്പോൾ ആദ്യം പ്രോഫിറ്റ് ലൂസിംഗ് അക്കൗണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ദ പ്രോഫിറ്റ് ലൂസിംഗ് അക്കൗണ്ട് ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് തന്നെയാണ്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ആ ഫസ്റ്റ് എലമെന്റ്സ് നമ്മൾ നോട്ട്സിൽ ആവശ്യമായിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പർച്ചേസസ് ആണ് ഫസ്റ്റ് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത്, ചേഞ്ച് ഇൻ ഇൻവെന്ററി സെക്കൻഡ് നോട്ട്, ദെൻ എംപ്ലോയ് ബെനിഫിറ്റ് പ്രിപ്പയർ ചെയ്തു. ആൻഡ് ഫോർത്ത് ഡിപ്രീസിയേഷൻ ആണ്.
നമുക്ക് ടാഞ്ചിബിൾ ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് ഫസ്റ്റ് 15%. അപ്പോൾ അതിൻ്റെ 29,000 ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ. 29,000 ഈസ് എ പ്ലാന്റ് ആൻഡ് മെഷീനറി. ദ ഫസ്റ്റ് വൺ ദ പ്ലാന്റ് ആൻഡ് 29. അപ്പോൾ 29,000 ആ ഡിപ്രീസിയേഷൻസ്. ഫേർണിച്ചർ ഉണ്ട്, ഇത് നമുക്ക് പേറ്റൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള അസറ്റ്സുകൾ. അപ്പോൾ ഡിപ്രീസിയേഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറി 15% ആണ്. അപ്പോൾ 4,350. Furniture 10%, 1,700. The patent 5% ആണ് 4,805 to 240. The total of the depreciation and amortization is 6,290. 6,290 ആണ് നമുക്ക് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഡോട്ട്സ് 4 പ്രിപ്പയർ ചെയ്തു. നമുക്കൊരു 5 അതർ എക്സ്പെൻസ് ആണ്. അതർ എക്സ്പെൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന എലമെന്റ്. പ്രൊവിഷൻസ് വന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഉണ്ട്. ബാഡ് ഡെപ്റ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. നേരിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തന്നുകൊണ്ട് നമ്മളിവിടെ പ്രൊവിഷൻ കാണിച്ചിട്ട് 510. 510 ഈസ് യുവർ ദ പ്രൊവിഷൻ. ആൻഡ് ട്രേഡ് എക്സ്പെൻസസ് 16,950. കാരേജ് 950. റെന്റ് 4,000. ഔട്ട്സ്റ്റാൻഡിങ്സ് 800 ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ്സ് 800 റെന്റിന്. സോ 800 ഈസ് റെന്റ്. സോ 4,800. ദ ടോട്ടൽ ഈസ് 23,210. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സുകൾ, പെർച്ചേസ്, ചേഞ്ച് ഇൻ ഇൻവെന്ററി, എംപ്ലോയ് ബെനിഫിറ്റ്സ്, ഡിപ്രീസിയേഷൻ, അതർ എക്സ്പെൻസ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ആ നോട്ട്സ് പ്രിപ്പറേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം അതിലത്തെ ഫിഗേഴ്സ് നമുക്ക് ഇനി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ട് വരും. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. സി ലിമിറ്റഡ്, ദ ഫസ്റ്റ് ഐറ്റം റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഉണ്ട്, സെയിൽസ് ഉണ്ട്. നമുക്ക് സെയിൽസ് നമുക്ക് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദർ ഇസ് സെയിൽസ് ഫിഗർ റിഗാർഡിംഗ് ദ 3,40,000. 3,40,000 ഉണ്ട്. ദെൻ അതർ ഇൻകംസ് ഉണ്ട്, 3,000 ഉണ്ട്. നമുക്ക് ഇതാണ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരാം. റവന്യൂ ഫ്രം ഓപ്പറേഷൻ സെയിൽസ് 3,40,000. അതർ ഇൻകംസ് 3,000. അതർ ഇൻകംസ് നമുക്ക് വന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് റിസീപ്റ്റ് 3,000. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്ന ഫസ്റ്റ് ആയിട്ട് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 3,40,000. ദെൻ അതർ ഇൻകം 3,000. ദ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 3,43,000 ആണ് നമ്മുടെ ടോട്ടൽ ആയിട്ട് വരുന്ന റവന്യൂ. ഇനി എക്സ്പെൻസസ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂം നമുക്ക് ഒന്നും വന്നിട്ടില്ല. പർച്ചേസ് ഉണ്ട്. ഫസ്റ്റ് നോട്ട് നമ്പർ 1 2,35,000. 2,35,000. ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് ഉണ്ട്. The second note -13,000. -13,000 ആണ്. അപ്പോൾ മൈനസ് ഫിഗർ ആണ്, ബ്രാക്കറ്റ് ചെയ്തേക്കാണ്. Then employee benefit, the third one, employee benefit 38,400. 38,400. The financial cost വന്നിട്ടില്ല, ഇല്ലാത്തതുകൊണ്ട് നില്ലാണ്, ഇല്ലാത്തതിന്. ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ ഉണ്ട്. നമ്മൾ വർക്കിംഗ് നോട്ട് 4 6,290. 6,290. അതർ എക്സ്പെൻസ് ഉണ്ട്. ഫിഫ്ത്ത് വൺ 23,210. Then total expense കിട്ടി 2,89,900. That is your total expenses. അപ്പോൾ നമ്മൾ ആദ്യം റവന്യൂസ് ഐഡന്റിഫൈ ചെയ്തു. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ 3,43,000 ആയിരുന്നു. നമുക്ക് വന്നുള്ള എക്സ്പെൻസുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്തു. എക്സ്പെൻസുകൾ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. എക്സ്പെൻസുകൾ നമുക്ക് ആവശ്യമായ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇവിടെ എഴുതുന്നു. ദെൻ ടോട്ടൽ എടുക്കുന്നു. ടോട്ടൽ എക്സ്പെൻസസ് 2,89,900 ആണ്. ഇനി നമുക്ക് പ്രോഫിറ്റ് ലോസ് നോക്കാൻ പറ്റും. പ്രോഫിറ്റ് എക്സ്പെൻസ് 3,43,000 മൈനസ് 2,89,900. 53,300 ആണ് പ്രോഫിറ്റ്. കാരണം റവന്യൂ മൈനസ് എക്സ്പെൻസസ്. റവന്യൂ ഇസ് 3,43,000. എക്സ്പെൻസ് ഇസ് 2,89,900. So your the profit is 53,100. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് അറിയാത്ത ടാക്സ് ഉണ്ട്. പ്രൊവിഷൻ പറയുന്നത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 35% ആണ്. അപ്പോൾ നമ്മൾ ആ പ്രോഫിറ്റിനെ 35% കാൽക്കുലേറ്റ് ചെയ്യണം. 35% ഓഫ് 53,100. അപ്പോൾ അത്ര 18,585. ഇതാണ് നമുക്ക് വരുന്ന ടാക്സ്. ടാക്സ് ആണ് നമുക്ക് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ടാക്സ് കുറയ്ക്കണം. ആ ടാക്സ് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ എവിടേക്ക് ചെയ്യുക? ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടത്. ഇതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ദാറ്റ് ഇസ് 34,550. ദാറ്റ് 53,100 ആണ് പ്രോഫിറ്റ്. അതിൽ നമുക്ക് ടാക്സ് എമൗണ്ട് 18,585 നമ്മൾ കുറച്ചു. ആ വരുന്ന എമൗണ്ട് 34,550. ദാറ്റ് ഇസ് എ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് ആണ് നമ്മൾ എവിടേക്ക് ഫോർവേഡ് ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടതായിട്ട് വരാം. ദാറ്റ്സ് എ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഈ എമൗണ്ട് ആണ് നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടതായിട്ട് വരാം. ടാക്സ് കൊടുത്തിട്ടുള്ള എമൗണ്ട് ആണ് എപ്പോഴും ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുക. അപ്പോൾ 34,550 എന്ന് പറഞ്ഞ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. ഇതാണ് നമ്മൾ എവിടേക്ക് ഫോർവേഡ് ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുക. റിസർവ്സ് സർപ്ലസിലേക്കാണ് ഇത് കാണിക്കേണ്ടതായിട്ട് വരാം. ഓക്കെ, ഇനിയാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നമുക്കറിയാം. നമുക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ബാലൻസ് ഷീറ്റ് പോയിന്റ് ഫസ്റ്റ് നോട്ട് നമുക്കറിയാം. ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ ആണ്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എലമെന്റ് നമുക്ക് ഓൾറെഡി ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നോട്ട്സ് ആവശ്യമായിട്ട് വരുന്നില്ല. 1 lakh ഡയറക്റ്റ് തന്നേക്കാണ്. രണ്ടാമത്തെ ഐറ്റാണ് റിസർവ്സ്. റിസർവ്സ് സർപ്ലസ് ആണ് രണ്ടാമത്തെ ഐറ്റം. നമുക്ക് തന്നിരിക്കുന്ന റിസർവ്സ് ആദ്യം എടുത്ത് എഴുതാം. നമുക്കറിയാം 2 റിസർവ്സ് തന്നിട്ടുണ്ട്. ജനറൽ റിസർവ്സ് ഉണ്ട് 15,500. സർപ്ലസ് അക്കൗണ്ട് ഉണ്ട് 15,000. അല്ല, നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും 2 റിസർവ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 1 ഈസ് സർപ്ലസ് അക്കൗണ്ട്, ദാറ്റ്സ് 15,000.
ദെൻ ജനറൽ റിസർവ്സ് എന്നൊരു ഐറ്റം നമുക്ക് കാണാൻ സാധിക്കും. ജനറൽ റിസർവ്സിന്റെ സർപ്ലസ് ഉണ്ട്. ദെൻ ജനറൽ റിസർവ് 15,500. ഈ 2 റിസർവ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 റിസർവ്സ് നമ്മൾ എടുത്ത് എഴുതി. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയിപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റിസർവ്, ഇനി നമുക്ക് ഇവിടേക്ക് വരാവുന്ന ഐറ്റംസ്, ഒന്ന് ഇത് 34,515, കാരണം ഇതാണ് നമുക്ക് ടാക്സ് കൊടുത്തു കഴിഞ്ഞ ശേഷം വരുന്ന ഫൈനൽ ബാലൻസ്. ഈ എമൗണ്ട് നമ്മൾ എവിടേക്ക് ഫോർവേഡ് ചെയ്തത്? ദ പ്രോഫിറ്റ് ഫോർവേഡ് ഫ്രം ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഫോർവേഡ് ആവുന്ന ബാലൻസ് ആണത്. ഇതാണ് ഈ 34,550 ആണ് നമ്മൾ എവിടേക്ക് എപ്പോഴും കൊണ്ടുവരാ? റിസർവ്സ് ആൻഡ് സർപ്ലസിലേക്ക് കൊണ്ടുവരാം. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ. ഇനി ശ്രദ്ധിക്കേണ്ട, നമുക്ക് ഇവിടെ 2 എലമെന്റ് വന്നിട്ടുണ്ട്. എന്താണ്? പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡും ഉണ്ട്, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഉണ്ട്. നമ്മൾ 2 ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു. പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടായിരുന്നു, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഉണ്ടായിരുന്നു. നമുക്കറിയാം കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് 17% ആണ്. ദെൻ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് 15% ആണ്. ഈ 2 ഐറ്റംസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. പ്രൊവിഷൻ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ പ്രൊവിഷൻസിന്റെ എമൗണ്ട് നമ്മൾ ഇവിടെ ഷോർട്ട് ടേം പ്രൊവിഷൻ കാണിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഡിവിഡൻഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഡിവിഡൻഡ് നമ്മൾ ഷെയർ ക്യാപിറ്റലിനെയാണ് കണ്ടുപിടിക്കുക. ഷെയർ ക്യാപിറ്റൽ എത്രയാണ് പെയ്ഡ് ക്യാപിറ്റൽ ഇപ്പോൾ നിൽക്കണമെന്ന് നോക്കാം. പെയ്ഡ് ക്യാപിറ്റൽ 1 lakh ആണ്. ഈ 1 lakhന്റെ 15% ആണ്, 1 lakhന്റെ 15% ആണ് ഡിവിഡൻഡ് വരുന്നത്. ദ ബോർഡ് റെക്കമെൻഡ് ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻസ് 15%. അത് എത്രയാണ് പെയ്ഡ് ക്യാപിറ്റൽ, അതിന്മേലാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം അത് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം ഷെയർ ക്യാപിറ്റൽ 1 lakh ആണ്. 1 lakhന്റെ 15%. അപ്പോൾ 15,000 ആണ് നമുക്ക് എന്ത് പറയാം? പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് വരുന്നത്. ഈ ഡിവിഡൻഡിനെയാണ് ഡിവിഡൻഡ് ടാക്സ് കാണുന്നത്. ഡിവിഡൻഡ് ടാക്സ് എത്രയാണ്? 70%. അപ്പോൾ 15,000 ആണ് നമ്മുടെ എന്ത് ഇപ്പോഴത്തെ ഡിവിഡൻഡ്. ഡിവിഡൻഡ് ആദ്യം കണ്ടുപിടിക്കണം. ദെൻ ഡിവിഡൻഡ് ആദ്യം, ആ ഡിവിഡൻഡിനെയാണ് ഡിവിഡൻഡ് ടാക്സ് കണ്ടുപിടിക്കുക. ഡിവിഡൻഡ് ടാക്സ് എന്ന് പറഞ്ഞ് 70%. അപ്പോൾ 2,550. ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും, പക്ഷെ ആ പ്രോഫിറ്റ് നമ്മൾ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡും കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സും കുറയ്ക്കണം. അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എപ്പോഴും വരാവുന്ന ഒരു ഐറ്റമാണ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. ഈ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡും കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സും നിങ്ങൾ ഇവിടെ ഫോർവേഡായി വരുന്ന ബാലൻസിൽ നിന്ന് കുറച്ചിട്ട് വേണം അത് ഔട്ടർ കോടതിയിൽ കാണിക്കാൻ. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു ഐറ്റം. ഇപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും വന്നിട്ടുള്ള ഫോർവേഡ് ചെയ്യുന്ന ബാലൻസ് 34,550 ആണ്. ഇവിടെ നമുക്ക് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഉണ്ട്. പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് വന്നിട്ടുണ്ട്, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സും വരുന്നുണ്ട്. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ആദ്യം നമുക്ക് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഷുഡ് ബി ഷോൺ എ ഡിഡക്ഷൻ ബാലൻസ് റിസർവ് സർപ്ലസ് ദാറ്റ് ഇസ് ഡിഡക്റ്റഡ് ഫ്രം ദ പ്രോഫിറ്റ് ഫോർവേഡ് ടു ദ ബാലൻസ് ഷീറ്റ്. ഫോർവേഡ് ചെയ്തിട്ടുള്ള ബാലൻസ് കുറയ്ക്കണം. ദെൻ ഷോർട്ട് ടേം പ്രൊവിഷൻ ആയിട്ട് കാണിക്കുകയും വേണം. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് corporate dividend tax should be deduction balance reserves and surplus that is deducted from the profit forward to the balance sheet and also shown as short term provisions. അതേ സെയിം റൂളാണ് രണ്ടിനും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഇവിടെ പേയ്മെന്റ് ഡിവിഡൻഡ് എത്രയാണ് കണ്ടുപിടിക്കുക? ഷെയർ ക്യാപിറ്റലിനെയാണ് കണ്ടുപിടിക്കുക. ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, അതിന്റെ എത്ര പെർസെന്റേജ്? ഡിവിഡൻഡ് 15%. അപ്പോൾ 15,000 ആണ് ഡിവിഡൻഡ്. അത് ആ ഡിവിഡൻഡിനെയാണ് ഡിവിഡൻഡ് ടാക്സ് കൊടുക്കുക. 15,000 and 70%, 2,500. അപ്പോൾ ഈ 2 എമൗണ്ടിൽ നിന്ന് കുറയ്ക്കണം. 34,550 17,550 എന്ന് പറഞ്ഞ എമൗണ്ട്, ഈ 2 എമൗണ്ട് കുറച്ചില്ല. ഫൈനൽ എമൗണ്ട് ആണ് 16,965. 16,965 അതാണ് ഔട്ടർ കോടതിയിൽ കളിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സും ഡിവിഡൻഡും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫോർവേഡ് ആയിട്ട് വരുന്ന പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റിൽ നിന്ന് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന് ഫോർവേഡ് ആയിട്ട് വരുന്ന ബാലൻസ് നിന്ന് കുറയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ കുറച്ച് എമൗണ്ട് തന്നെ എന്ത് കാണിക്കും? നമ്മൾ ഷോർട്ട് ടേം പ്രൊവിഷൻ ആയിട്ട് കാണിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ അടുത്ത് കറന്റ് ലയബിലിറ്റീസ്. അതർ കറന്റ് ലയബിലിറ്റീസ് ആണ് പിന്നെ വരുന്നത്. നമുക്കൊരു നോട്ട്സ് വരുന്നത്. നമുക്ക് 2 ഔട്ട്സ്റ്റാൻഡിങ്സ് ഉണ്ട്. ഒന്ന് ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്സ് ഉണ്ട് 800, ദെൻ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ട് 900. ഓക്കെ, ദെൻ ഷോർട്ട് ടേം പ്രൊവിഷൻസ്. നമ്മൾ ഷോർട്ട് ടേം പ്രൊവിഷൻ വരുമ്പോൾ ആദ്യം കാണിക്കേണ്ടത് ഇവിടെ വരുന്ന ടാക്സ് 18,555. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഐറ്റം. ഈ ഷോർട്ട് ടേം ഈ പ്രൊവിഷനാണ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. അപ്പോൾ ഇവിടുത്തെ കൊടുത്ത ടാക്സ് നമ്മൾ ഷോർട്ട് ടേം പ്രൊവിഷൻ ആയിട്ട് കാണിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു provide for income tax എന്നാണ് പറയുന്നത്. provide for income tax is a provision for taxes. They should be part of tax expenses, should be deducted in the profit and loss account and shown as a short term provision in the balance sheet. Provisions ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഇവിടെ കാണിക്കണം, പ്രൊവിഷനിൽ കൊടുക്കണം. പ്രൊവൈഡ് എന്ന് പറഞ്ഞ അർത്ഥം പ്രൊവിഷൻ ആണ്. അപ്പോൾ ഈ ടാക്സ് എമൗണ്ട് അവിടെ കാണിക്കണം, പ്രൊവിഷൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് 18,585. പിന്നെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള പ്രൊവിഷൻസ് 15,000 പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് 2,550. അപ്പോൾ എപ്പോഴും പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡും കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ആദ്യം റിസർവിൽ കുറയ്ക്കുക. റിസർവിൽ പ്രോഫിറ്റ് നമ്മൾ കുറയ്ക്കേണ്ടി വരും. ഇതേ സെയിം എമൗണ്ട് എപ്പോഴും അവിടെ കാണിക്കേണ്ടി വരും, ഷോർട്ട് ടേം പ്രൊവിഷൻ ആയിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷോർട്ട് ടേം പ്രൊവിഷൻ നമുക്ക് 36,135 ആണ്. സോ ദ 8th നോട്ട് ഇസ് എ ഷോർട്ട് ടേം പ്രൊവിഷൻ.
ഓക്കെ. നയൻത്ത് വൺ നമുക്കറിയാം ടാൻജിബിൾ അസറ്റുകളുടെ ഡിപ്രീസിയേഷൻ. പ്ലാന്റ് 29,000 ആൻഡ് ഡിപ്രീസിയേഷൻ 4,350 അല്ലെ. 29,000 ഇസ് എ പ്ലാന്റിന്റെ ഡിപ്രീസിയേഷൻ ആയിരുന്നു. ദെൻ അതിൽ നിന്ന് നമുക്ക് 4,350. ദെൻ ഫേർണിച്ചറിന്റെ 1,700 ഫേർണിച്ചർ. അപ്പോൾ ടോട്ടൽ 39,950. ഇൻടാഞ്ചിബിൾ അസറ്റ് ഓർഡിനെ ഉള്ളൂ നമുക്ക് അത് പേറ്റന്റ് ആണ് 4,800. ഡിപ്രീസിയേഷൻ കുറച്ചു 4,560. ഓക്കെ. ദെൻ ട്രേഡ് റിസീവബിൾസ് ഉണ്ട് നമുക്ക്. ഒന്ന് ഡെപ്റ്റേഴ്സ് ആണ്. ട്രേഡ് റിസീവ്സിൽ ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിൾ ആണ് കൂട്ടി എഴുതുക. ഡെപ്റ്റേഴ്സ് നമുക്കറിയാം പ്രൊവിഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്ക് ഇവിടെ പ്രൊവിഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ ഓൾറെഡി പ്രൊവിഷൻസ്. ഈ പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഡെപ്റ്റേഴ്സിന് കുറയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് ഓർമ്മയിൽ വെക്കണം എപ്പോഴും. അപ്പോൾ ആ ഡെപ്റ്റേഴ്സ് കുറച്ചു, പ്രൊവിഷൻസ് കുറച്ചു 26,990. ദെൻ ബിൽസ് റിസീവബിൾസ് ഉണ്ട് 5,000. അപ്പോൾ 31,990 ആണ് ട്രേഡ് റിസീവബിൾസ് ആയിട്ട് നമുക്ക് വരുന്ന എലമെന്റ്. ഇവിടെ നമ്മൾ ചെയ്ത അതേ ട്രീറ്റ്മെന്റ്സ് തന്നെ. ഓക്കെ. അപ്പോൾ ഇത്രയും എലമെന്റ്സ് ആണ് നമുക്ക് ഇവിടെ നോർമലി വരണത്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ്. നമുക്ക് ഇനി അധികം ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഒന്നും ഇല്ല. ഇനി നമുക്ക് വർക്കിംഗ് നോട്ട്സ് അധികം പ്രിപ്പയർ ചെയ്യേണ്ടി വരും. നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. ബാലൻസ് ഷീറ്റ് ഫസ്റ്റ് ആയിട്ട് നമുക്കറിയാം ഇക്വിറ്റീസ് ആണ് ആദ്യം. ഇക്വിറ്റി ലയബിലിറ്റീസ് ആണ് പ്രിപ്പയർ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ് ആദ്യത്തെ ഐറ്റം വരാം. ഷെയർ ക്യാപിറ്റൽ നമുക്ക് ഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട് 1 lakh ആണ്. ഷെയർ ക്യാപിറ്റൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഡയറക്ട്ലി. സോ 1 lakh സംശയമില്ല. ഷെയർ ക്യാപിറ്റൽ ഇസ് 1 lakh. 1 lakh. So it's a 1 lakh share capital. The first item is the share capital. The reserves and surplus. Notes prepare ചെയ്ത് കഴിഞ്ഞു. So 47,465. 46,465. Money received ഇല്ല, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇല്ല, നോൺ കറന്റ് ലയബിലിറ്റീസ് ഇല്ല, ലോങ് ടൈം ബോറോയിങ്സ് ഇല്ല, ലോങ് ടൈം പ്രൊവിഷൻസ്. കറന്റ് ലയബിലിറ്റീസ് ഉണ്ട്. കറന്റ് ലയബിലിറ്റീസിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് ഷോർട്ട് ടൈം ബോറോയിങ്സ് ആണ്. അതില്ല. ട്രേഡ് പേബിൾസ് ഉണ്ട്. ട്രേഡ് പേബിൾസ് പറഞ്ഞാൽ പറയാം ബിൽസ് പേബിളും ക്രെഡിറ്റേഴ്സ്. ബിൽസ് പേബിൾ ഉണ്ട്, ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിൾ കൂട്ടാം. 70,500 7,000 കൂടി കൂട്ടി 24,500. ക്രെഡിറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി 17,500. ബിൽസ് പേബിൾ 7,000. അപ്പോൾ 24,500 നമുക്ക് വരുന്ന ടോട്ടൽ ട്രേഡ് പേബിൾസ്. ദെൻ അതർ കറന്റ് ലയബിലിറ്റീസ് ഉണ്ട്. അതർ കറന്റ് ലയബിലിറ്റി നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതർ കറന്റ് ലയബിലിറ്റീസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു 1,700 അതർ കറന്റ് ലയബിലിറ്റി. ഷോർട്ട് ടൈം പ്രൊവിഷൻസ് ഉണ്ട്. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, പോസ്റ്റ് ഡിവിഡൻഡ് ആൻഡ് ഡിവിഡൻഡ് ടാക്സ് നമ്മൾ ഓൾറെഡി ഷോർട്ട് ടൈം പ്രൊവിഷൻസ് പ്രിപ്പയർ ചെയ്യുന്നു 36,135. 36,135 is your the short term provisions. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ലയബിലിറ്റി സൈഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ ടോട്ടൽ എടുത്ത് 2,09,800 ആണ് ടോട്ടൽ ആയിട്ട് വരുന്ന ലയബിലിറ്റീസ്. വളരെ കുറച്ച് ഐറ്റംസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇനി നമുക്ക് അസറ്റ് സൈഡിൽ നിന്ന് നോക്കാം. അസറ്റ് സൈഡ് നമുക്ക് ആദ്യം നോൺ കറന്റ് അസറ്റ്സ്, ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് ടാൻജിബിൾ അസറ്റ്സ് വന്നിട്ടുണ്ട് 39,950. 39,950. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് 4,560. 4,560. Then capital work in progress ഇല്ല, intangibles, non current investments ഇല്ല, deferred tax nets ഇല്ല, other non currents ഇല്ല, current investments ഇല്ല. ഇൻവെന്ററീസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം എത്രയാണ് 88,000 ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അല്ല, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് യുവർ 88,000 ഇസ് എ ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്കത് കറണ്ട് അസറ്റ് ആയിട്ട് കാണിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കാണിക്കണം. ഇസ് ഇൻവെന്ററി ആണ് 88,000. ട്രേഡ് റിസീവബിൾസ് ആണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് 11th 31,990. 31,990 ആണ് നമുക്ക് വരുന്ന ട്രേഡ് റിസീവബിൾസ്. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് വന്നിട്ടുണ്ട്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ 45,300. 45,300 ആണ് നമുക്ക് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ. ഇനി ഷോർട്ട് ലോൺസിന് അഡ്വാൻസ് ഒന്നും ഇല്ല. അതർ കറണ്ട് അസറ്റ്സുകൾ നമുക്കൊന്നും വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പം ഇത്ര ഐറ്റംസ് നമുക്ക് ഓൾറെഡി എവിടെ കാണിക്കേണ്ടതായിട്ട് വരുന്നത് അസറ്റ് സൈഡിൽ കാണിക്കാം. അപ്പോൾ 39,950 ടാൻജിബിൾ, 4,560, ദെൻ 88,000 അല്ലേ, ദെൻ 31,990, 45,300. The total is 2,09,800. So the asset side is 2,09,800 and the liability side is also 2,09,800. Okay, so these are the important. ഇത്രയൊക്കെ കഴിഞ്ഞ് നമുക്ക് ബാലൻസ് ഷീറ്റ് ടാലി ആവുന്നു. യുവർ പ്രോബ്ലം ഈസ് ഓക്കെ. ഇതിന്റെ പ്രോബ്ലം ഓക്കെ ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ പ്രോബ്ലം വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ദ profit and loss account and balance sheet. And here the two important adjustment here. One is the corporate dividend tax. Another one is the payment of dividend. These are two important adjustment relating with this question. And there's a provide. There's a provide means provision for taxations.
The first is the question, and after that just identify the adjustment, and then allocating the expenses in separate head. നമ്മൾ എവിടേക്കാണ് ഓരോ എക്സ്പെൻസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തു. Then after that just preparing the notes, the purchases, inventories, employee benefit and depreciation, other expenses, and after that preparing the profit and loss account, identify the profit and less your the tax, there's 18,585, and identify the profit at that's 34,550. And the balance sheet side you prepare the notes, surplus, other current liability, short term provisions, tangible asset, intangible, trade receivables, and preparing the balance sheet. The first you preparing the liability side, that is equity and liabilities, and identify the total is 2,09,800, and after that the asset side is 2,09,800. Okay, so one of the important item is the calculation of the provision dividend. There is one of the important item is one is a corporate dividend tax. Corporate dividend tax first should be deduction balance, should be deducted in the reserve surplus from the balance forward to the balance sheet, and also record the short term provision. It's one of the important element, corporate dividend tax. അപ്പോൾ corporate dividend tax എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് റിസർവ് സർപ്ലസിലാണ് കാണിക്കുക, ഡിഡക്ഷൻ ബാലൻസ് ആയിട്ട് കാണിക്കുക. അതായത് നമ്മൾ ബാലൻസ് ഷീറ്റ് ഫോർവേഡ് ചെയ്തിട്ടുള്ള ആ പ്രോഫിറ്റ് നമ്മൾ കുറച്ച് കാണിക്കണം, അത് തന്നെ ഷോർട്ട് ടേം പ്രൊവിഷൻ ആയിട്ട് കാണിക്കുകയും വേണം. ഓക്കെ, ദെൻ പ്രൊവൈഡ് ഇൻകം ടാക്സ്. പ്രൊവൈഡ് ഇൻകം ടാക്സ് പറയുന്നത് പ്രൊവിഷനാണ്. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് പറഞ്ഞ പ്രൊവിഷനിൽ കാണിക്കുന്നത് നമ്മൾ ബാധ്യസ്ഥരാണ്. ടാക്സ് കുറച്ച് ടാക്സിന്റെ എമൗണ്ട് ആയിട്ട് കുറയ്ക്കുന്നു, ആ പെർസെൻറ്റേജ് കുറയ്ക്കുന്നു, അതേ സെയിം എലമെന്റ് എവിടെ കാണിക്കുന്നത്, ഷോർട്ട് ടേം പ്രൊവിഷൻ ആയിട്ട് കാണിക്കണം. ദെൻ പേയ്മെന്റ് ഓഫ് ഡിവിഡൻ. പേയ്മെന്റ് ഓഫ് ഡിവിഡൻ എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലുമാണ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഡിവിഡൻഡ് എവിടെ കുറയ്ക്കണം, റിസർവ് സർപ്ലസിൽ നമ്മൾ പ്രോഫിറ്റ് ഫോർവേഡ് ദ ബാലൻസ് ഷീറ്റ് നിന്ന് കുറയ്ക്കണം. അതേ എമൗണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഷോർട്ട് ടേം പ്രൊവിഷനിലും കാണിക്കണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. Okay, these are the preparations of notes regarding this question, and after the preparing the same limited profit and loss account, and finally you are preparing the balance sheet and find out the total is 2,09,800, and similarly 2,09,800. Okay, anyway, thank you so much, and thank you for watching me.